രാജസ്ഥാൻ യാത്രയുടെ അവസാന ഭാഗം. ജോധ്പൂരിലെ ഏറ്റവും പ്രസിദ്ധമായ സർദാർ മാർക്കറ്റാണിത്. 2 ഗേറ്റുകളാണ് ഈ മാർക്കറ്റിനുള്ളത്. നടുവിലൊരു സ്തൂപവും വിളക്കുകാല്. അതിൽ വലിയൊരു ക്ലോക്ക് ടവറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഉച്ചഭക്ഷണം കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. ഉച്ചഭക്ഷണം കഴിച്ച് അടുത്തതായി തന്നെ ഉമൈദ് ഭവന് സന്ദർശിക്കണം. തിരിച്ച് മാർക്കറ്റിലിറങ്ങി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് നാളെ ഞങ്ങൾ തിരിക്കുകയാണ് കേരളത്തിലേക്ക്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട് ഉച്ചക്ക്. ഈ മാർക്കറ്റിനകത്ത് എല്ലാ തരത്തിലുമുള്ള കച്ചവടങ്ങളുമുണ്ട്. കൂടാതെ നമ്മൾ തനതായ രാജസ്ഥാൻ ഡ്രസ്സ് ധരിച്ച ആളുകളെ നമുക്കിവിടെ നിരവധിയായിട്ട് കാണാൻ സാധിച്ചു. നമ്മൾ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ടൂറിസ്റ്റുകളാണ് ഉണ്ടാകുക. ലോക്കലായിട്ടുള്ള ആളുകളെ കാണണമെങ്കിൽ നിങ്ങൾ ആ ഡ്രസ്സിങ്ങിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഉമൈദ് ഭവൻ്റെ അവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്ത് ഓരോ കുൽഫിയൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾ ഉമൈദ് ഭവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയൊരു കൊട്ടാരം തന്നെയാണ് ഈ ഉമൈദ് ഭവൻ എന്ന് പറയുന്നത്. ഇപ്പോഴും രാജകുടുംബം ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സന്ദർശകർക്ക് കാണാൻ സാധിക്കുക. ഇവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ കൊട്ടാരത്തിന്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട്. കൊട്ടാരത്തിനകത്തുള്ള പെയിൻറ്റിങ്ങുകൾ അതുപോലെ തന്നെ മറ്റെല്ലാം വളരെ വ്യത്യസ്തമായ ഈ ചുമർ പെയിൻറ്റിങ് ഒക്കെ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മട്ടിൽ പെയിൻറ്റിങ് ഉണ്ട്. നല്ല തിരക്കുമുണ്ട്. നിരവധിയായ ആളുകൾ ഈ കൊട്ടാരം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു സ്റ്റഫ് ചെയ്ത പുലിയുടെ രൂപം നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നിരവധി ആയുധങ്ങൾ, ഈ രാജകുടുംബം രാജാവും മറ്റും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പാത്രങ്ങൾ, വിളക്കുകൾ, ക്ലോക്കുകൾ, വാച്ച്, അങ്ങനെ വ്യത്യസ്തമായ പല രീതിയിലുള്ള സംവിധാനങ്ങൾ രാജകുടുംബം ഉപയോഗിച്ചിരുന്നത് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്.
ഞങ്ങൾ ഇതുവരെ പോയ കോട്ടകളോ കൊട്ടാരങ്ങളോ വ്യത്യസ്തമായി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാം പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഉമൈദ് ഭവൻ്റെ പ്രത്യേകത. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു നടുത്തളത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഉമൈദ് ഭവൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തുള്ള കാഴ്ചയാണിത്. കുറച്ച് വാഹനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗ്ലാസ്സിനുള്ളിലാക്കി വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി വീഡിയോ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മുഴുവനായിട്ട് അത് വീഡിയോ എടുത്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജോധ്പൂർ ടൗണിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ വാഹനം കാത്ത് ഉമൈദ് ഭവൻ്റെ പുറത്ത് നിൽക്കുകയാണ് റോട്ടിൽ. ഇവിടുന്ന് ഒരു ഏരിയൽ വ്യൂ ജോധ്പൂർ ടൗണും അതിൻ്റെ പരിസര പ്രദേശത്തേക്കുമുള്ള ഒരു ഏരിയൽ വ്യൂ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് രാത്രി വ്യൂ ആണിത്. ഇന്ന് രാത്രി കൂടിയാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നത്. നാളെ ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. ജോധ്പൂർ ടൗണിൻ്റെ രാത്രികാല ദൃശ്യഭംഗിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ കയറുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ഇവിടെ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ 10 ദിവസം നീണ്ടു നിന്ന ഞങ്ങളുടെ രാജസ്ഥാൻ യാത്ര, രാജസ്ഥാനോട് ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്.